അതെ, ഞാൻ ഇന്നലെയും നേരത്തെയും പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ സമൂഹത്തിന് ഈ ലഹരിയുടെ എതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കാനുള്ള സമയമായി. ഞാൻ ഇന്ന് രാവിലെ കോട്ടയത്തിൽ മഹാത്മാഗാന്ധിയുടെ വരവിൻ്റെ 100ാം വാർഷികയിൽ ഒരു ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞാൻ മഹാത്മാഗാന്ധി 100 വർഷം മുമ്പ് പറഞ്ഞ 4-5 പ്രധാനപ്പെട്ട പോയിന്റ്സ് വായിക്കുമ്പോൾ എനിക്ക് തോന്നി നമ്മൾക്ക് ഈ വർഷം കൂടി ഇതൊക്കെ കേൾക്കാൻ ആവശ്യമുണ്ട്. മതസൗഹാർദ്ദം, എല്ലാവരും ഒരുമിച്ച് ജീവിക്കണം. അതിൻ്റെ ഒപ്പം മദ്യം എന്താ പറഞ്ഞ മദ്യം കൂടുതൽ ആൾക്കാർ കഴിക്കുന്നു. അത് അദ്ദേഹം കേട്ടത് കോട്ടയത്തിലത്തെ ക്രിസ്ത്യൻ സമുദായത്തിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നമാണെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ. ഞാൻ പറയും, ഇന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് ഒരു സമുദായത്തെക്കുറിച്ച്, ഒരു സ്ഥലത്തെക്കുറിച്ച്, അത് കേരളം മൊത്തം കാണുന്നത് മദ്യവിനെക്കാട് കൂടുതൽ ഒരു വലിയൊരു വെല്ലുവിളി നമ്മൾ ഫേസ് ചെയ്യുന്നത് ലഹരി തന്നെയാണ്. ഈ മയക്കുമരുന്നിനെ കുറിച്ച് നമുക്ക് ഒരു ക്ലിയർ പ്ലാൻ ഓഫ് ആക്ഷൻ്റെ ആവശ്യമുണ്ട്. ഞാൻ പറയട്ടെ, എൻ്റെ മനസ്സിൽ 3-4 കാര്യങ്ങൾ നേരിട്ട് ചെയ്യാനുണ്ട്. ഒന്ന്, ഓഫ് കോഴ്സ് ബോധ്യപ്പെടുത്തൽ, കോൺഷ്യസ്നസ് റേസിങ്. എല്ലാവരോടും നമ്മൾ എല്ലാ പള്ളി, എല്ലാ മസ്ജിദ്, എല്ലാ ക്ഷേത്രം, എല്ലാ മതത്തിൻ്റെ നേതാക്കളും കൂടി ഒരുമിച്ച് ഒറ്റക്കെട്ടാൻ നിൽക്കുന്ന ഈ വിഷയത്തിൽ. അതിൻ്റെ ഒപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടിയും, ഇത് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വിഷയമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒറ്റക്കെട്ടോട് നിൽക്കണം. അത് ആദ്യം. ഇന്ന് ജനങ്ങളെ പഠിപ്പിക്കണം ഇതിൻ്റെ ഡേഞ്ചേഴ്സ്. അത് കുടുംബക്കാരെയും സ്റ്റുഡൻസിനെയും. ഇന്ന് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പ്രത്യേകിച്ച് സ്റ്റുഡൻസോട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങളുടെ സുഹൃത്തിനെ സഹായിക്കുകയാണ് അവർ രഹസ്യം ആരോടും പറയാതിരിക്കണം. ശരിക്കും ആ സുഹൃത്തിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സഹായമാണ് ആവശ്യമുള്ളത്. അദ്ദേഹം ഒരു വിക്റ്റമാണ്. അപ്പോൾ നിങ്ങൾ അവരെ സംരക്ഷിക്കണമെന്ന് വിചാരിക്കേണ്ട. അവരെ സംരക്ഷിക്കുന്നത് അവരെക്കുറിച്ച് ഒരു റെസ്പോൺസിബിൾ ടീച്ചറെ പറഞ്ഞു. ഞാൻ ടീച്ചർമാരോടും പറഞ്ഞു, ഒരിക്കലും ഇവരെ പണിഷ് ചെയ്യരുത്. ഇവർ വിക്റ്റംസാണ്. ഇവരെ നമ്മൾ പണിഷ് ചെയ്യല്ല, ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം, ഇവരെ സഹായിക്കണം ഈ സ്കേർജിനെ അവരുടെ ഈ ജീവിതത്തിൽ മാറ്റാൻ. അതിനൊപ്പം നമുക്ക് സ്ട്രോങ് ആക്ഷൻ എടുക്കാനുണ്ട്. കേന്ദ്ര സർക്കാർ നമ്മൾ സഹകരിച്ചിട്ട് ഈ സോഴ്സസ് ഓഫ് സപ്ലൈനെ നമ്മൾ കട്ട് ചെയ്യണം. എവിടുന്നാണ് ഈ ലഹരി വരുന്നത്? എങ്ങനെയാണ് കേരളം എത്തുന്നത്? എങ്ങനെയാണ് ഇത്ര എളുപ്പത്തിൽ സ്കൂളിലും കോളേജ് ക്യാമ്പസിലും എത്തുന്നത്? അതിനെക്കുറിച്ച് നമ്മൾ ഉടനെ ഒരു എൻക്വയറി നടത്തി നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഇത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായി. അതിൻ്റെ ഒപ്പം ഇത് സപ്ലയേഴ്സിനെ കണ്ടുപിടിച്ചിട്ട് അവരെ ഉടനെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് മാത്രമല്ല, ഇതിൽ അവരെ ജയിലിൽ നിന്ന് പുറത്താക്കാത്ത രീതിയിൽ അവരെ അതിൻ്റെ അകത്ത് തന്നെ ഇരുത്തി അവരുടെ ഓരോരോ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനും നമ്മൾ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ ഇതിനെ ഒരു സീരിയസ് വിഷയമായി ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യം നഷ്ടപ്പെട്ടു പോകും. ഞാൻ എത്ര വർഷങ്ങളായി നമ്മുടെ യുവാക്കളുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ യുവാക്കളുടെ സ്ഥിതി എന്തായിരിക്കും അവർ ലഹരിയിൽ പെട്ടുകഴിഞ്ഞാൽ? നമ്മൾ ഇന്നലത്തെയും പത്രത്തൊക്കെ എന്താ വായിക്കുന്നത്? 10ാം ക്ലാസ്സിലെ കുട്ടികൾ, 9ാം ക്ലാസ്സിലെ കുട്ടികൾ ലഹരി കഴിച്ചിട്ട് അടിയും ആക്രമണവും കുത്തിക്കൊല്ലലും കൂടി സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. കോളേജിൽ അതുമീത മോശം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അത് വേറെ വിഷയമാണ്. അത് ഞാൻ വേറെ എക്സ്പെർട്സിന് വിട്ടുകൊടുക്കുക. പക്ഷെ അത് സംഭവിക്കണതിന് നമ്മൾ ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ, ആൾക്കാർക്ക് വേറെ വല്ല ഹോപ്പില്ലെങ്കിൽ, വല്ല ജോലിയുടെ സാധ്യതയില്ലെങ്കിൽ ഇതിലാണ് അവർ ചാടുന്നത്. അതിനെ നമ്മൾ ഉടനെ സ്റ്റോപ്പ് ചെയ്യണം. അതാണ് എൻ്റെ എല്ലാം വെച്ച് വലിയ അഭ്യർത്ഥന. അതാണ് രണ്ടും ഒപ്പമായിട്ട്. ഒന്ന്, ജനങ്ങളുടെ മനസ്സിൽ ബോധം നമ്മൾ വൽക്കണം. അതിൻ്റെ ഒപ്പം നമുക്ക് ഈ സോഴ്സസ് ഓഫ് സപ്ലൈന് വേണ്ടി നമുക്ക് കേന്ദ്രത്തിന് സഹായം വേണ്ടി വരും. കേരളത്തിലല്ല പ്രൊഡ്യൂസ് ചെയ്യണത്. രണ്ടാമത്തത്, അവിടെ ഇങ്ങനെ എത്തിക്കഴിഞ്ഞ് എങ്ങനെ വിതരണമാവണം, എങ്ങനെയാണ് സ്കൂളും കോളേജ് ക്യാമ്പസ് എത്തുന്നത്, ഇതിനെക്കുറിച്ച് നമ്മൾ കണ്ടുപിടിക്കൽ ചെയ്യണം. ഇതിലാണ് സ്റ്റേറ്റ് പോലീസിൻ്റെ ഉത്തരവാദിത്തം. ലോക്കലി നമ്മൾ ആക്ഷൻ എടുത്തിട്ട് ഇവരെ കണ്ടുപിടിക്കണം. ഒരു 16 വയസ്സായ 18 വയസ്സായ പയ്യനെ ഇവരെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലത് മേടിക്കാൻ. അപ്പോൾ പോലീസിന് എന്താ അത്ര വലിയ ബുദ്ധിമുട്ട് അവരെ കണ്ടുപിടിച്ചിട്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ? ഇതൊക്കെ നമ്മൾക്ക് ചെയ്യേണ്ടി വരണം നിർബന്ധമായി. ഇല്ല, ആ ചർച്ചയെക്കുറിച്ച് കോൺഗ്രസ് പാർട്ടി സംസാരിച്ചു കഴിഞ്ഞ് എനിക്കൊന്നും ചേർത്താനില്ല. ഐക്യമാണ് സന്ദേശം. ആ ഐക്യത്തിനൊപ്പം നമ്മൾ ബാക്കി എല്ലാവരും ഒന്നും പറയുന്നില്ല. നിങ്ങൾ കേട്ടുപോലെ 2 ജനറൽ സെക്രട്ടറിമാർ സംസാരിച്ചു, ദീപാംബദാസ് മുൻഷിയും KC വേണുഗോപാലും. ഒരാൾ ഇംഗ്ലീഷിൽ, ഒരാൾ മലയാളത്തിൽ. അതിനെക്കുറിച്ചൊന്നും ചേർത്താനില്ല. അതന്നെ സന്ദേശം. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആ ചർച്ചയെ ഉണ്ടായിരുന്നില്ല. ആ കുറിച്ച് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഇരിക്കാനും ഇലക്ഷനെ കുറിച്ച് ചിന്തിക്കാനും ചില പ്രാക്ടിക്കൽ കാര്യങ്ങളെ കുറിച്ചായിരുന്നു ചർച്ച. ബാക്കിയെല്ലാം അഥവാ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അത്
ഡെഫിനറ്റ്ലി ആ മീറ്റിംഗിൽ ആരും കേട്ടു. അന്ന് സംസാരിച്ച മലയാളത്തിലും ഇംഗ്ലീഷിലും സംസാരിച്ച 2 ജനറൽ സെക്രട്ടറിമാരും പറഞ്ഞത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ സംസാരിക്കുന്ന ചിലർ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി മിതത്വം പാലിക്കണം, അച്ചടക്കം പാലിക്കണം എന്ന് പറഞ്ഞു. അത് ചില ആൾക്കാർ ഉദ്ദേശിച്ചു. അതല്ലേ നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഞാൻ പറയണതിൽ നിങ്ങൾക്ക് വല്ല തെറ്റ് കണ്ടു? ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, എന്നെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയ വിവാദം അടിസ്ഥാനമില്ലാത്തൊരു വിവാദമായിരുന്നു ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എന്താ നമ്മൾ കാണുന്നത്, ഓരോരോ കാര്യത്തിൽ മാധ്യമക്കാർക്ക് വേഗം ചാടാൻ ഇഷ്ടമാണ്. ഇത് നിങ്ങളുടെ ബ്രെഡ് ആൻഡ് ബട്ടറാണ്, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഞങ്ങളെ ഒരു ഫെയർനെസ്സോടെ നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യണം. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് വാർത്ത ഉണ്ടാക്കുന്നത് ശരിയല്ല. അതാണ് എൻ്റെ ഒരു അല്ല, എൻ്റെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല. ഞാൻ കേട്ടു ചിലർ യു ടേൺ അതൊക്കെ ഒരു യു ടേണും ഇല്ല. ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇത് പുതിയതല്ല. ഒരു 10 വർഷമായിട്ട് നിങ്ങൾ യൂട്യൂബിൽ കണ്ടോളൂ, ഞാൻ ഈ പ്രസംഗം ചെയ്തിരിക്കുന്നത് നമ്മളുടെ സംസ്ഥാനത്തിൽ നമ്മളുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി നമുക്ക് വികസനം വേണം, ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അതിനുവേണ്ടി സ്റ്റാർട്ടപ്സിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, ഓൺട്രപ്രനർഷിപ്പിനെ നമ്മൾ എൻകറേജ് ചെയ്യണം. മലയാളികൾ വിദേശത്ത് പോയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യാൻ തുടങ്ങണം. ഇതൊക്കെയാണ് എൻ്റെ ആവശ്യം. അപ്പം ഞാനൊരു റിപ്പോർട്ട് കണ്ടപ്പോൾ ഞാൻ എൻ്റെ സന്തോഷം പ്രഖ്യാപിച്ചു. കാരണം ആ റിപ്പോർട്ട് പറഞ്ഞു ഞാൻ ആഗ്രഹിച്ച പല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ വേറെ റിപ്പോർട്ട് പറയുന്നു ഇതിലത്തെ ഫിഗേഴ്സ് യാഥാർത്ഥ്യമല്ല, ഇതിൽ ചില തെറ്റുണ്ട്. അതാണെങ്കിൽ ഞാൻ എങ്ങനെ ഈ നമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ പറയും? ഞാൻ പറയുന്നത് ഇപ്പോഴും സർക്കാരിൻ്റെ ഉദ്ദേശം ഇത് ചെയ്യണമെന്നാണെങ്കിൽ ആ ഉദ്ദേശം കറക്റ്റ് തന്നെയാണ്. ആ നിലപാടിൽ നിൽക്കണം. നാളെ അവർ പ്രതിപക്ഷത്ത് വന്നാലും അവരിതിൻ്റെ ഒപ്പം നിൽക്കണം. അവർ ഈ തവണ ഭരിക്കുമ്പോൾ അതിനെ കെടുത്തെടുത്തിട്ട് പ്രതിപക്ഷത്ത് വന്ന ശേഷം അതിനെ എതിർക്കുന്നത് ശരിയല്ല. അതിന് ഇപ്പോഴേ പബ്ലിക്കലി പറയുന്ന ഒരു കാര്യമാണ്. ഇത് എല്ലാവരെയും ഇൻട്രസ്റ്റ്, എല്ലാവരെയും താല്പര്യമായിരിക്കണം. എല്ലാ പാർട്ടികളും നമ്മളുടെ നാടിനെ നന്നാക്കാൻ വേണ്ടി ഇതിന് പിന്തുണ കൊടുക്കണം. അതിൻ്റെ അർത്ഥമല്ല അവർ തെറ്റ് പറഞ്ഞാലോ ഒരു ഡിസ്പ്യൂട്ടഡ് കണക്ക് വന്നാലോ ഞാൻ അതിൻ്റെ വാക്കിന് ഞാൻ പിന്നെ അതാണ് കാണുന്നത് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. നോക്കൂ, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ മാധ്യമക്കാരെ നിങ്ങൾ കണ്ടുപിടിക്കൂ. ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയണമെന്ന് ചൂണ്ടിക്കാണും. ആദ്യം ഞാൻ പറഞ്ഞത് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് 2024. അതൊരു ഒരു അന്താരാഷ്ട്ര റിപ്പോർട്ടാണ്. അതിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആർട്ടിക്കിൾ എഴുതിയത്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇന്നലത്തെ പത്രത്തിൽ എന്താ പറയുന്നത്? അവർ പറയുന്നു ഈ എണ്ണം ശരിയല്ല. കാരണം കേന്ദ്ര സർക്കാർ ഉദയം പോർട്ടലിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലോൺ എലിജിബിൾ ആവുന്നൊരു പുതിയ നിയമം വന്നപ്പോൾ നിലവിലുള്ള പല സ്റ്റാർട്ടപ്സും ചെറിയ MSMEസും പോയിട്ട് ഈ ഉദയം പോർട്ടലിൽ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്തു. പക്ഷെ അവർ പുതിയതല്ല, കുറേ വർഷങ്ങൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് പ്രവർത്തിക്കുന്ന കമ്പനീസാണെന്നാണ് ഈ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ ആർട്ടിക്കിളിനെ വിശ്വസിക്കുന്നു. ഈ ആർട്ടിക്കിൾ തെറ്റാണെങ്കിൽ അതും സ്ഥാപിക്കട്ടെ. സത്യം എല്ലാവർക്കും അറിയണ്ടേ? അതല്ലേ നിങ്ങളുടെ ജോലി. ഒരു ഫ്രീ പ്രസ്സായിട്ട് അതാണ് അവർ പറയുന്നത്. ഒന്നാം കാര്യം, ഈ പുതിയ രജിസ്ട്രേഷൻസ് 3 ലക്ഷം പുതിയ MSMEs അല്ല. ഇത് പഴയ ആൾക്കാർ ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ആ എണ്ണം എടുത്തിരിക്കുകയെന്ന് പറയുന്നു. അത് സത്യമല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അതിനെ കറക്റ്റ് ചെയ്യട്ടെ. അപ്പം അതാണെങ്കിൽ ശരിയല്ല. രണ്ടാമത്തത്, ഈ ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്നത് 1 ലക്ഷത്തിനേക്കാൾ കൂടുതൽ സ്ഥാപനങ്ങൾ അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇത് രണ്ടും സത്യമാണെങ്കിൽ അത് വലിയ നല്ല വാർത്തയല്ല കേരളത്തിന്. പക്ഷേ സർക്കാരിൻ്റെ ഉദ്ദേശം ഇതേപോലെ ഇനിയും എൻ്റർപ്രൈസസ് വരണം, അവരെ പ്രോത്സാഹിപ്പിക്കണം, അവർക്ക് സഹായം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ഞാൻ നിൽക്കുന്നു. എൻ്റെ നിലപാടിൽ ഒരു മാറ്റമില്ല. എൻ്റെ വിശ്വാസങ്ങൾ ഞാൻ ഇപ്പോഴല്ല, കുറേ വർഷങ്ങളായി പുസ്തകം എഴുതുന്ന ഒരാളാണ്. ആർക്കും എൻ്റെ പുസ്തകങ്ങൾ ചൂണ്ടിക്കാണിക്കാം. നിങ്ങൾ ഇത് പറഞ്ഞുവല്ലോ, അപ്പോൾ അതന്നെ ഞാൻ പറയണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾക്കറിയാം. ഇത് കേരളത്തിന് ഗുണം ചെയ്യും. അത് ഈ കണക്ക് പ്രകാരം ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ സർക്കാർ പറയുന്നത് സത്യമല്ലെങ്കിൽ നമ്മൾക്ക് ഇതിനെ നമ്മൾ നേരിടണം. പക്ഷെ അതിൻ്റെ അർത്ഥമല്ല ഈ ഐഡിയ മോശമാണ്. ഐഡിയ നല്ലതല്ല. അയ്യോ, എല്ലാവരുടെയും UDFിലെ മറ്റ് അലയൻസിന്റെ സപ്പോർട്ട് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കോൺഗ്രസിൽ ഒരു CM കാൻഡിഡേറ്റ് ആവാൻ ശ്രമിക്കുന്നു. കോൺഗ്രസ് സ്പഷ്ടമായിട്ട് എല്ലാവരോടും പറയുന്ന ഒറ്റ കാര്യമാണ് ഏത് സംസ്ഥാനത്തും, ഇവിടെ മാത്രമല്ല, അവർ CM കാൻഡിഡേറ്റിനെ ഒരിക്കലും പ്രഖ്യാപിക്കില്ല. കാരണം പാർട്ടിയുടെ വിശ്വാസമാണ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം. അതാണ് നമ്മുടെ പാർട്ടിയുടെ തീരുമാനം. അതിനെക്കുറിച്ച് ആർക്കും ഒരു സംശയമില്ല. അപ്പൊ അങ്ങനെ ഒരു നിലപാട് എടുക്കാൻ ആവശ്യമില്ല. കാരണം എല്ലാവരും തന്നെ വിശ്വസിക്കുന്നു. ഇതിന്റെ സമയമേ ആയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു വരി നിങ്ങൾക്ക് അറിയാമല്ലോ. കെട്ടിടം ആദ്യം കെട്ടു,
പിന്നെ നമ്മൾ ഫേർണിച്ചർ മേടിക്കുക, ആരാ സോഫയിൽ ഇരിക്കേണ്ടത്, ആരാ വലിയ കസേരയിൽ ഇരിക്കേണ്ടത്, അതൊക്കെ പിന്നെ നോക്കാം. നമ്മൾ കെട്ടിടം കെട്ടുക പറഞ്ഞാൽ നമ്മൾ ജനങ്ങളുടെ അടുത്ത് പോയി അവർക്ക് വേണ്ടി എന്താ നമ്മൾ ചെയ്യാൻ പോകണം, നമ്മൾ ജയിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ഒരു പോസിറ്റീവ് നാരറ്റീവ്. ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിൽ ആസ് ഫാർ ആസ് പോസിബിൾ പോസിറ്റീവായിട്ടാണ്, വെറുതെ ആൾക്കാരെ ആക്ഷേപിച്ചിട്ടല്ല എൻ്റെ രാഷ്ട്രീയം. ഏതൊക്കെയാണ് നല്ല കാര്യങ്ങൾ സംസ്ഥാനത്ത് വേണ്ടതെന്നും എൻ്റെ മണ്ഡലത്തിൽ വേണ്ടി ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ട് അതിനെ യാഥാർത്ഥ്യമാക്കാനൊരു ശ്രമത്തിൽ ഇറങ്ങിയൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരു പോസിറ്റീവ് സംസാരമാണ്, ഒരു പോസിറ്റീവ് നാരറ്റീവാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കേരളത്തിൻ്റെ യുവാക്കൾക്ക് വേണ്ടി, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി, കേരളത്തിൻ്റെ ലഹരി യുദ്ധത്തിന് വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ചില സ്പെസിഫിക് ഐഡിയാസ് കൊടുത്തിട്ട് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ പോയാൽ ജനങ്ങൾ എന്തുകൊണ്ട് നമ്മൾ അംഗീകരിക്കില്ല? ഓക്കെ, താങ്ക്സ്. അഥവാ ഞാൻ എഴുതിയ ഫിഗേഴ്സ് സത്യമായിട്ടുണ്ടെങ്കിൽ എൻ്റെ എഴുത്തിൽ ഒരു തെറ്റുമായിരിക്കും കാണാൻ സാധിക്കില്ല. പക്ഷെ അഥവാ ആ ഫിഗേഴ്സ്, ആ സംഖ്യ, ഈ പിന്നെ സർക്കാർ ഇറക്കിയ റിപ്പോർട്ടും അന്താരാഷ്ട്രീയ മേഖലയിൽ സ്വീകരിച്ച റിപ്പോർട്ടിൻ്റെ ആ എണ്ണം ശരിയല്ലെങ്കിൽ പിന്നെ എങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ പറയും? ഞാൻ പറഞ്ഞത് ഇത് ചെയ്യണം നല്ലതാണെന്ന്, പക്ഷെ അവർ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം എന്ന് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ, അല്ലേ? അത്രയും എൻ്റെ അല്ല, സർക്കാരിൻ്റെ. ഞാൻ ഉദ്ദേശിച്ചത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ കേരളത്തിനും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ യുവാവിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ ഞാൻ അതിന് എപ്പോഴും തപ്പുകൂട്ടാൻ തയ്യാറാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത്രയും. ശരി.